ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ രണ്ട് ചെറിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. കുഞ്ഞ് വീഡിയോസാണ്. ആദ്യം ഈ മത്തി ഒന്ന് ചെതുമ്പി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മത്തി ചെതുമ്പാൻ പാടാണല്ലോ. ഇത് ചാളയല്ല കേട്ടോ, ഇത് കരിച്ചാളയെന്ന് പറയും. ഇതിന് മുള്ളുള്ളതാണേ, മുള്ളുള്ള മത്തിയാണിത് കേട്ടോ, കരിച്ചാള മത്തി. അപ്പോൾ ഇതിൻ്റെ ചെതുമ്പല് കളയാനുള്ളൊരു എളുപ്പവിദ്യയാണ്. ആദ്യം ഇതിനെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇടുക. പിന്നീട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ കവർ നന്നായിട്ടൊന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഒന്ന് ഒലച്ചെടുക്കുക. കുറേ പ്രാവശ്യം ഒന്ന് കുലുക്കിയെടുക്കുക കേട്ടോ. കുറേ പ്രാവശ്യം കുലുക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ മത്തിയുടെ പുറത്തുള്ള ആ ചെതുമ്പലെല്ലാം പോയി കിട്ടും കേട്ടോ. വളരെ പെട്ടെന്ന് പോയി കിട്ടും. നമുക്ക് സാധാരണ ചെതുമ്പി എടുക്കാനാണല്ലോ പാട്, പക്ഷേ ഇങ്ങനെ കുലുക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെതുമ്പലൊക്കെ പോയി കിട്ടും. ഇനി ഇവിടെ ഇത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ചെതുമ്പൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഒരു മത്തി എടുത്ത് നോക്കിയിട്ടുണ്ട്. കൈ കൊണ്ട് നമുക്കിങ്ങനെ ചെതുമ്പി നോക്കുമ്പോൾ അറിയാം എന്താണ്ടോ ചെതുമ്പലൊന്നുമില്ല, പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്ത മത്തിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചെതുമ്പൽ പോകാൻ ഇച്ചിരി പാടാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ചെതുമ്പലുള്ള മീനൊക്കെ ചെതുമ്പൽ പോകാൻ പാടല്ലേ. പക്ഷെ അതുകൊണ്ട് ഇതിൻ്റെ വാലിൻ്റെ ഭാഗത്തൊക്കെ ചിലതിൻ്റെയൊക്കെ വാലിൻ്റെ ഭാഗത്ത് ഇച്ചിരി ചെതുമ്പലുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെതുമ്പലൊരു 90% പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് മുള്ളം മത്തിയാണ്, മുള്ളുള്ള മത്തിയാണ്, കരിച്ചാളയാണ്. അപ്പോൾ ഇത് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വളരെ പേടിയാണ്. കാരണം തൊണ്ടയിൽ ഈ മുള്ള് കൊള്ളും. ഇതിനകത്തൊരു ഹൂക്ക് പോലുള്ള മുള്ള് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഹൂക്ക് പോലുള്ള മുള്ളുള്ളത് ഇതിൻ്റെ ആ വയറ് ഭാഗമാണ് ഉണ്ടോ, ആ ഭാഗം ഇത്രയൊന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ആ ഹൂക്കാണ് നമ്മുടെ തൊണ്ടയിലൊക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം കുറേ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുറേ അപകടം ഒഴിവായി കിട്ടും കേട്ടോ. അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെതമ്പി കൊടുത്താൽ മതി. ആ വാല് ഭാഗത്ത് കുറച്ച് ചെതുമ്പൽ കാണാൻ ചാൻസ് ഉണ്ട്. ചിലതിൻ്റെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എൻ്റെ വാലും തലയും എല്ലാം കട്ട് ചെയ്തതിന് ശേഷം വയറ് ഭാഗത്തെ ആ ഹൂക്ക് പോലെയുള്ള മുള്ള് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇന്ന് ഞാൻ ഈ മീൻ വെച്ച് കറിയല്ല ഉണ്ടാക്കുന്നത്, ഇത് ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. മുള്ളുള്ളതായതുകൊണ്ട് നമുക്ക് വറുത്തെടുക്കാം. അതുപോലെ തന്നെ ഇത് പീര വറ്റിക്കാനും നല്ലതാണേ, കറി വെക്കാനും നല്ലതാണ്. പക്ഷേ മുള്ള് പേടിച്ചിട്ട് ആരും അങ്ങനെ കറി വെക്കത്തില്ല, കൂടുതലും വറുക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ഞാനിത് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇപ്പോൾ കാണിച്ചതുപോലെ തന്നെ വെട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ ചെതമ്പൽ കളയുന്ന ആ വിദ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും അല്ലേ. അപ്പോൾ ഇനി മത്തി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയും ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് ഇതിൻ്റെ ചെതുമ്പലൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചെറിയ പീസാക്കി പീര വറ്റിക്കുകയാണെങ്കിൽ തന്നെ ഇതിനകത്തുള്ള കുറേ മുള്ളില്ലാതെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. മുള്ള് കട്ട് ചെയ്ത് കളയുന്ന വിദ്യയും കൂടെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് പരലുപ്പിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞു, പരലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. മീനൊക്കെ 2-3 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വരഞ്ഞെടുക്കാം. മുള്ളുള്ള മത്തി ആയതുകൊണ്ട് അടുത്തടുത്ത് ഇങ്ങനെ വരയുന്നതാണ് നല്ലത് കേട്ടോ. കുറേ മുള്ളൊക്കെ നല്ല മുരിഞ്ഞ് കിട്ടും. പിന്നെ അപ്പോൾ തൊണ്ടയിലങ്ങ് കൊള്ളില്ല. അപ്പോൾ എന്താ എല്ലാം ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അരപ്പൊന്നും തേച്ച് വെക്കുന്നില്ല കേട്ടോ. ഇതിനായിട്ട് ഇനി ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 10-12 അല്ലി ചുവന്നുള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കിയിട്ടില്ല കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റൗ ഓൺ ആക്കാവൂ കേട്ടോ. അപ്പം ഞാൻ ആദ്യം
ഒഴിച്ച എണ്ണ കുറവാണെന്ന് തോന്നി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റൗ ഓണാക്കി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആ മിക്സ് ഉണ്ടല്ലോ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് വഴന്ന് വരണം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് പുളിയാണ് കേട്ടോ. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ അരപ്പൊന്ന് കുറച്ച് വഴന്ന് വരണം കേട്ടോ. നല്ലൊരു മണമാണ്. ആ മണം അടിച്ചാൽ മതി ചോറ് കഴിക്കാനായിട്ട്. ഇത്രയ്ക്ക് മണമാണ്. ഇനി നമുക്ക് ഈ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ നിരത്തി കൊടുക്കണം കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് മീൻ നിരത്തി കൊടുക്കാം. ഞാൻ ആ അരപ്പ് ഒരു 2 ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വരഞ്ഞു വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് കോരി വെച്ച് കൊടുക്കാം. എല്ലാം ചേർക്കേണ്ട കാര്യമില്ല. ഇനിയും ഉണ്ട്. അടുത്ത സൈഡിലേക്കും വെച്ച് കൊടുക്കാനുള്ള മീനുണ്ട്. അതുകൊണ്ട് കുറച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കി അരപ്പ് ഇനി വയ്ക്കുന്ന മീനിലേക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള അരപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡൊന്ന് മുരിഞ്ഞു വരുന്നവരെ നമുക്ക് ചെറിയ തീയിൽ, ഒരുപാട് തീ ഇടരുത്, കരിഞ്ഞു പോകും. ചെറിയ തീയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അരപ്പെല്ലാം ഒരു സൈഡിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. അതുവരെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മീനും ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും അരപ്പ് എല്ലാ സൈഡിലും പിടിച്ച് കിട്ടും. ഒന്ന് മുരിഞ്ഞ് വരട്ടെ അടുത്ത സൈഡും കൂടെ. അടുത്ത സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മത്തി ഫ്രൈ, ഇതൊരു വെറൈറ്റി മത്തി ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തത് ഒരു അവിയലാണ്. നല്ല അടിപൊളി അവിയലാണ്. ഉണക്കക്കൊഞ്ച്, മാങ്ങ, മുരിങ്ങയ്ക്കായ, ഇത് 3 ചേർത്തുള്ള അവിയലാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു 2 മുരിങ്ങയ്ക്ക ഒരു ചട്ടിയിൽ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേകാനുള്ള വെള്ളവും ഒഴിച്ച് ഒന്ന് വേകാനായിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മുരിങ്ങയ്ക്ക ഒരു പകുതി വേവാണോ, അത്രയേ ഉള്ളൂ. ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങയുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് ചതച്ചെടുക്കുക, നമുക്ക് അവിയലിന് ചതയ്ക്കുന്നത് പോലെ. ഇവിടെ മുരിങ്ങയ്ക്കയല്ല ഒരു അരവേവായിട്ടുണ്ട്. ഈ സമയം ഒരു മാങ്ങയുടെ പകുതിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പകുതി മാങ്ങ. ആ മാങ്ങയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മാങ്ങയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കായും മാങ്ങയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പും കൂടി ഇട്ടൊന്ന് വേവിക്കുമ്പോഴേക്കും എല്ലാം നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ഉണക്കച്ചെമ്മീനുണ്ടല്ലോ അത് കഴുകി വറുത്ത് വെച്ച് ഡ്രൈ റോസ്റ്റാണ് ചെയ്തിട്ട്, എണ്ണയിൽ വറുത്തല്ല, അല്ലാതെ തന്നെ വറുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് ഇതിലേക്ക് അരപ്പിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തു.
ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് അരപ്പുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കി കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പ് ഇപ്പോഴാണ് ഞാൻ നോക്കിയത്, അപ്പം കുറവായിരുന്നു, അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നമുക്ക് ഒന്ന് വറ്റിക്കാം. ഈ ചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് വറ്റി കിട്ടുകയും ചെയ്യും കേട്ടോ. ചട്ടിയിലിരുന്ന് തന്നെ കുറേ കിട്ടും. ഇപ്പോൾ ഇതാ നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി ചട്ടിയിലിരുന്ന് തന്നെ ഇത് കുറച്ചും കൂടെ വറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്കൊരു കടുക് താളിച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഉണക്കമുളകും കടുകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് താളിച്ചതിലേക്ക് ഒഴിച്ച് കൊടുക്കും. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അവിയലാണ് ഉണക്കച്ചെമ്മീൻ അവിയൽ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ 2 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക കേട്ടോ.